നമസ്കാരം. വീട് വയ്ക്കാനായി സ്ഥലം വാങ്ങി. കിണർ കുഴിച്ചൊക്കെ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് വീടിൻ്റെ അതിരുകളിൽ നല്ല ഭംഗിയുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നതായിരുന്നു. കാലം കടന്നുപോയി, മരങ്ങൾ വല്ലാതെ അങ്ങ് വളർന്നു. സത്യം പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, കണ്ണിന് നല്ല കുളിർമ കിട്ടുന്നുണ്ട്, നല്ല തണലുമുണ്ട്. പക്ഷേ അയൽപ്പക്കത്തും ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അയൽപ്പക്കത്തെ ഒഴിഞ്ഞു കിടന്ന വസ്തു ചില ആളുകൾ വാങ്ങി, അവർ വീട് വെച്ച് അവിടെ താമസം തുടങ്ങി. ആദ്യമൊക്കെ ഇരു വീട്ടുകാരും തമ്മിൽ വലിയ സ്നേഹത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കഥയിലെ വില്ലൻ നമ്മൾ പണ്ട് സ്ഥലം വാങ്ങിയപ്പോൾ അതിരുകളിൽ വെച്ച് പിടിപ്പിച്ച കൊച്ചു ചെടികളില്ലേ, അത് വളർന്ന് മരങ്ങളായത് അവരായിരുന്നു ഇതിനകത്തെ പ്രശ്നത്തിൻ്റെ കഥാപാത്രങ്ങൾ. ആ മരങ്ങൾ നിങ്ങളുടെ അയൽവാസിക്ക് ഇപ്പോൾ ഒരു വലിയ ശല്യമായി തീർന്നിരിക്കുകയാണ്. സാഹചര്യം ഓരോ ദിവസം കഴിയും തോറും വഷളായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ എത്രയെത്ര സാഹചര്യങ്ങൾ എണ്ണി എണ്ണി പറയാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് സാധിക്കും അല്ലേ? ഇതൊരു നിത്യസംഭവം തന്നെയാണ്. ഒരു വലിയ മരത്തിൻ്റെ ഒറ്റ കൊമ്പ് കാരണം നിങ്ങളുടെ അയൽക്കാരുമായുള്ള വർഷങ്ങളായിട്ടുള്ള ബന്ധം തകരുകയോ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ വക്കീൽ ഫീസ് നിങ്ങൾക്ക് ഒരു ബാധ്യതയാവുകയോ ചെയ്യില്ലേ? അതിർത്തി മതിലിനോട് ചേർന്ന് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് കോടതികളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല. അവർ കരുതുന്നത് എൻ്റെ വസ്തു, എൻ്റെ നിയമം, എനിക്കെന്തും അവിടെ ചെയ്യാം എന്നാണ്. അതിർത്തി കടന്നു വരുന്ന മരച്ചില്ലകളുടെ പേരിൽ അയൽക്കാരുമായി വഴക്കിടുന്നതിനോ കയ്യിൽ ആയുധങ്ങൾ എടുക്കുന്നതിനോ അസഭ്യം പറയുന്നതടക്കമുള്ള വഴക്കിനും വക്കാണത്തിനും മുതിരുന്നതിന് മുൻപ് 2026 ഏറ്റവും പുതിയ നിയമങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതിർത്തി കടന്നു വരുന്ന ഏതു മരച്ചില്ലയും തോന്നിയതുപോലെ വെട്ടിമാറ്റാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? നിയമം ഇതിലും വളരെ കൃത്യമായ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ശരിയായ വിവരങ്ങളില്ലാതെയുള്ള ശാരീരിക ഇടപെടലുകൾ നിങ്ങളെ വലിയ നിയമക്കുരുക്കുകളിൽ എത്തിക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. വീഡിയോ മുഴുവനായും കാണുക. 2026 കേരള ഹൈക്കോടതി ഇതിൽ വളരെ സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു സംഭവം തന്നെയാണ്. ചെറുതായി ഒന്ന് ആവർത്തിക്കാം. കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ 92 വയസ്സുകാരനായ CJ മാത്യൂസ് എന്ന വ്യക്തി അയൽവാസിയുടെ പറമ്പിൽ അപകടകരമായി നിന്ന് മരം വെട്ടിമാറ്റാൻ നടത്തിയ 9 വർഷം നീണ്ട നിയമ പോരാട്ടമായിരുന്നു അത്. അപകടകരമായ ഒരു മരം മുറിച്ചു മാറ്റാൻ ഒരു പൗരന് ഭരണഘടനാ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് മുനിസിപ്പൽ അധികാരികൾക്ക് നാണക്കേടാണെന്നാണ് കോടതി നിരീക്ഷിച്ചത്. കാരണം കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 412 പ്രകാരവും കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 238 പ്രകാരവും അപകടകരമായ മരങ്ങൾ വെട്ടിമാറ്റാൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സെക്രട്ടറിമാർക്ക് പൂർണ്ണ അധികാരം നൽകുന്നുണ്ട്. അതിരിൽ വളരുന്ന മരം സംബന്ധിച്ച നമ്മൾ പുറത്തിറക്കിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ, ടൈം മീഡിയ പുറത്തിറക്കിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കമന്റ് ബോക്സിൽ ധാരാളം ആളുകൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതിരിനോട് ചേർന്ന് മരം വെക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. തീർച്ചയായും ചെയ്യാമെന്ന് ഞാൻ അപ്പോൾ തന്നെ അവർക്ക് മറുപടി കൊടുത്തിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യം അതേക്കുറിച്ച് പറയാം. സ്വന്തം പറമ്പിൽ ഒരു മരം നടുമ്പോൾ കൃത്യമായി എത്ര ദൂരം പാലിക്കണം? പലർക്കും ഒട്ടും അറിയാത്തൊരു നിയമമാണിത്. നിയമപരമായി ഒരു മരത്തിന്റെ ഉടമസ്ഥാവകാശം നിർണ്ണയിക്കുന്നത് ആ മരത്തിന്റെ തടി നിൽക്കുന്ന സ്ഥലത്തെ അടിസ്ഥാനമാക്കിയാണ്. തടി പൂർണ്ണമായും അയൽക്കാരന്റെ അതിർത്തിയിലാണെങ്കിൽ ചില്ലകൾ നിങ്ങളുടെ പറമ്പിലേക്ക് വന്നാലും മരം ആരുടേതാണ്? അയൽക്കാരൻ്റെതാണ്. ഇനി മരം വെച്ചു പിടിപ്പിക്കുമ്പോഴുള്ള ദൂരപരിധി ഒന്ന് ശ്രദ്ധിക്കണം. ചെമ്പകം പോലെയുള്ള ചെറിയ അലങ്കാര മരങ്ങൾ മതിലിൽ നിന്ന് 6 മുതൽ 10 അടി വരെ അകലത്തിൽ നടാം. എന്നാൽ വലിയ ആൽമരങ്ങളോ മറ്റ് വലിയ വേരുകളുള്ള മരങ്ങളോ അതിർത്തിയിൽ നിന്ന് 20 മുതൽ 30 അടി വരെ അകലത്തിൽ മാത്രമേ വെച്ചുപിടിപ്പിക്കാൻ പാടുള്ളൂ. നിയമമാണ്. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മരത്തിന്റെ മധ്യഭാഗം ഭൂമിയുമായി സ്പർശിക്കുന്ന ബിന്ദു അടിസ്ഥാനമാക്കിയാണ് സർവേയർമാർ മരത്തിന്റെ ഉത്ഭവസ്ഥാനം അളക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം തന്നെ അതിർത്തി കടന്നു വരുന്ന കൊമ്പുകൾ വെട്ടാൻ നിങ്ങൾക്ക് പൂർണ്ണ അവകാശമൊക്കെ ഉണ്ട്. നിങ്ങളുടെ വായുമണ്ഡലത്തിലേക്ക് കടന്നു വരുന്ന മരച്ചില്ലകൾ ഒരു തുടർ ശല്യം, കണ്ടിന്യൂയിങ് ന്യൂസൻസ് ആയിട്ടാണ് നിയമം കണക്കിലാക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കണം, സ്വന്തം അതിർത്തി രേഖയിൽ വെച്ച് മാത്രമേ കൊമ്പുകൾ മുറിക്കാൻ പാടുള്ളൂ. അയൽക്കാരന്റെ വസ്തുവിൽ അതിക്രമിച്ചു കയറി മരം വെട്ടാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. ട്രസ്പാസിംഗ് പാടില്ല എന്ന് വ്യക്തം. അതുപോലെ തന്നെ മുറിച്ചെടുക്കുന്ന തടിയും അതിലെ ഫലങ്ങളും, അതായത് മാവോ പ്ലാവോ മറ്റേതെങ്കിലും ഫലവൃക്ഷങ്ങളോ ആണെങ്കിൽ അതിൽ ഫലങ്ങളുണ്ടെങ്കിൽ വെട്ടിമാറ്റിയ തടിയോടൊപ്പം അവയും അയൽക്കാരന് നിങ്ങൾ തിരികെ നൽകാൻ ബാധ്യസ്ഥനാണെന്നുള്ള കാര്യം മറക്കരുത്. ഇല്ലെങ്കിൽ മോഷണ കുറ്റവും നിങ്ങളുടെ മേൽ വരും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഡ്യൂട്ടി ഓഫ് കെയർ ആണ്. കേട്ടിട്ടുണ്ടോ? ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കൊമ്പ് വെട്ടി ആ മരം ഉണങ്ങിപ്പോവുകയോ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട ആ മരം മറിഞ്ഞു വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ വെട്ടിയ ആൾ, അതായത് നിങ്ങൾ, അതിന് വലിയ തുക നഷ്ടപരിഹാരം നൽകേണ്ടി വരും. അപ്പോൾ ഒരു ദേശത്തിന് ചാടി പുറപ്പെട്ടിറങ്ങി വലിയ നഷ്ടങ്ങൾ വരുത്തി വെക്കുന്നതിന് മുമ്പ് ഒന്നിരുന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. പലപ്പോഴും മരച്ചില്ലകളെക്കാൾ അപകടകാരികൾ ഭൂമിക്കടിയിലൂടെ വരുന്ന ചില വേരുകളാണ്. അയൽക്കാരന്റെ മരത്തിന്റെ വേരുകൾ വന്ന് നിങ്ങളുടെ മതിലിന്റെ അടിത്തറയ്ക്കോ അതിർത്തി മതിലിനോ വിള്ളൽ വീഴ്ത്തിയാൽ അത് സിവിൽ നിയമപ്രകാരം കുറ്റകരം തന്നെയാണ്. അവർ ഇതിന് പൂർണ്ണമായും നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരുമാണ്. പുതിയ മതിലുകൾ നിർമ്മിക്കുമ്പോൾ വേരുകൾ കടക്കാതിരിക്കാൻ പോളിയെത്തിലീൻ കൊണ്ടുള്ള റൂട്ട് ബാരിയറുകൾ ഭൂമിക്കടിയിൽ സ്ഥാപിക്കുന്നത് കുറച്ചു നാളായി കണ്ടുവരുന്നുണ്ട്.
അതിനായി സാമ്പത്തികം ചെലവാക്കാൻ മനസ്സും പ്രാപ്തിയും ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നന്നായിരിക്കും. ഭാവിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അത് നിങ്ങളെ വളരെയധികം സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അയൽക്കാരുമായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് ഇനി പറയാം. ഉടനെ കേസ് കൊടുക്കാനും മറ്റൊന്നും നിൽക്കരുത്. ആദ്യം ഒരു എൻക്രോച്ച്മെന്റ് നോട്ടീസ് അവർക്ക് രേഖാമൂലം നിങ്ങൾ നൽകണം. എന്നിട്ടും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മാത്രം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്ക് പരാതി നൽകുക. ഭാവിയിൽ ഇത്തരം തർക്കങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യയിലും ഇപ്പോൾ നല്ല അയൽക്കാരൻ കരാർ, അതായത് ഗുഡ് നൈബർ എഗ്രിമെന്റ് എന്ന സംവിധാനം നിലവിലുണ്ട്. ഇതിലൂടെ മരങ്ങളുടെ പരിപാലനവും വൃത്തിയാക്കലും സംബന്ധിച്ച ചെലവുകൾ ആര് വഹിക്കണമെന്ന് ഇരുവർക്കും രേഖാമൂലം തീരുമാനിക്കാൻ സാധിക്കും. ഓർക്കുക, അതിർത്തിയിലെ മരങ്ങൾ ഒരു സൗന്ദര്യം തന്നെയാണ്. എന്നാൽ നിയമവശങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് വലിയ ബാധ്യതയുമാകും. അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾക്ക് പുതിയൊരു വിവരമാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇതുപോലുള്ള വിഷയം അനുഭവിക്കുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇൻഫർമേറ്റീവ് വാർത്തകൾക്കും അറിവുകൾക്കും വസ്തുതാപരമായ വിവരങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.